എൻഡിഎ മുന്നണി വിജയിച്ചാൽ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ കർത്തവ്യപഥിൽ നടത്താൻ ആലോചന. ജൂൺ 9 സത്യപ്രതിജ്ഞ നടത്താനാണ് ആലോചിക്കുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിനെ സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ജൂൺ 4 ശേഷം ഉണ്ടാകും. ബി ബാലഗോപാൽ വിവരങ്ങൾ നൽകും. ബാലു, ആര് ജയിക്കും ഇല്ല എന്ന ഒരു ചോദ്യം അതവിടെ നിൽക്കട്ടെ. അതിനപ്പുറത്തേക്ക് ഈ സാധാരണ 2 തവണയും കഴിഞ്ഞ തവണയൊക്കെ സത്യപ്രതിജ്ഞ നടന്നിട്ടുള്ളത് രാഷ്ട്രപതി ഭവന്റെ അങ്കണത്തിലാണ്. ഇതിപ്പോൾ കർത്തവ്യപഥിലേക്ക് മാറ്റാനുള്ള തീരുമാനത്തിന് പിന്നിൽ എന്താണ്, എങ്ങനെയാണ് ഒരുക്കങ്ങളൊക്കെയോ? അക്ഷയ, കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഇത് സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല. പക്ഷേ ഔദ്യോഗിക തലത്തിൽ ഈ ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ കഴിഞ്ഞ ദിവസം കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയത്തിൽ ഇതുമായി ബന്ധപ്പെട്ട, അതായത് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെ സംബന്ധിച്ചും ക്രമീകരണങ്ങളെ സംബന്ധിച്ചുമുള്ള ചർച്ചകൾ നടന്നിരുന്നു. ആ യോഗത്തിൽ ഈ സ്ഥലവും തീയതിയും സംബന്ധിച്ച് തീരുമാനമായിരുന്നില്ല. പക്ഷേ ഈ കർത്തവ്യ പദ്ധതി ഈ ചടങ്ങ് നടത്തുന്നതിനുമായി ബന്ധപ്പെട്ട സജീവമായ ഒരു രൂപരേഖ കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ജൂൺ 9 ഞായറാഴ്ച വൈകിട്ട് ഈ ചടങ്ങ്, സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തുവാനാണ് ഇപ്പോൾ സർക്കാർ തലത്തിലും BJP തലത്തിലുമുള്ള ആലോചന. പക്ഷേ നേരത്തെ അക്ഷയ് പറഞ്ഞതുപോലെ ഈ ഫലം അന്തിമമായി വന്നതിന് ശേഷം മാത്രമായിരിക്കും ഇത് സംബന്ധിച്ചൊരു തീരുമാനമുണ്ടാകുക. ഒന്നാം മോദി സർക്കാരിന്റെയും രണ്ടാം മോദി സർക്കാരിന്റെയും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടത്തിരുന്നത് രാഷ്ട്രപതി ഭവനിലായിരുന്നു. 2014 മെയ് 26 തിങ്കളാഴ്ചയും അതുപോലെ തന്നെ 2019 മെയ് 30 വ്യാഴാഴ്ചയുമായിരുന്നു ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നിരുന്നത്. എന്നാൽ ഈ രാഷ്ട്രപതി ഭവനിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തുമ്പോൾ ഈ അവിടെ സ്ഥലപരിമിതി കാരണം വളരെ കുറച്ച് പേർക്ക് മാത്രമേ പങ്കെടുക്കാൻ വേണ്ടി കഴിയുള്ളൂ. ഏതാണ്ട് 8000-ൽ പരം പേര് മാത്രമായിരുന്നു രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തിരുന്നത്. ഇത്തവണ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ അതൊരു ചരിത്ര സംഭവമാക്കി മാറ്റുവാനാണ് BJP ആലോചിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് കൂടുതൽ പേർ പങ്കെടുക്കേണ്ട എന്ന കാരണം കൂടി കണക്കിലെടുത്തുകൊണ്ട് ചടങ്ങ് രാഷ്ട്രപതി ഭവന് പുറത്തേക്ക് മാറ്റാൻ വേണ്ടി ഇപ്പോൾ ഈ ചർച്ചകൾ നടക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് കർത്തവ്യ പദ്ധതി ഈ ചടങ്ങ് നടത്തുന്നതിനെ സംബന്ധിച്ചുള്ള ആലോചനകൾ നടക്കുന്നത്. ഈ റിപ്പബ്ലിക് ദിന പരേഡും മറ്റും നടക്കുന്ന സ്ഥലം കൂടി ആയതിനാൽ തന്നെ കൂടുതൽ പേർക്ക് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി കഴിയുമെന്നാണ് BJP വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഈ സത്യപ്രതിജ്ഞ ചടങ്ങിന് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തവണ കൂടുതൽ പേർ പങ്കെടുക്കുന്നു എന്നതിന് പുറമെ ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ 2 സർക്കാരുകൾ നടത്തിയ വികസന നേട്ടങ്ങളും അതുപോലെ തന്നെ വികസിത ഭാരതം എന്ന സന്ദേശം ജനങ്ങളിൽ എത്തിക്കുക എന്ന ഒരു ലക്ഷ്യം കൂടി ഈ കർത്തവ്യ പദ്ധതി ഈ ചടങ്ങ് നടത്തുന്നതിന് പരിഗണിക്കാൻ കാരണമാകുന്നത് എന്നാണ് പറയുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ജൂൺ 4 ശേഷമേ ഉണ്ടാകുകയുള്ളൂ. പക്ഷേ കേവല ഭൂരിപക്ഷം തങ്ങൾക്ക് ലഭിക്കുമെന്നും നരേന്ദ്രമോദി തുടർച്ചയായി 3ാം വട്ടം പ്രധാനമന്ത്രിയാകുമെന്ന കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടികൾ സ്വീകരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജൂൺ 12 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലി സന്ദർശിക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം 13, 14 തീയതികളിൽ ഇറ്റലിയിൽ G7 ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തവണ ജൂൺ 9 ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്താൻ വേണ്ടി ആലോചിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. ശരി, ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും അനൌദ്യോഗികമായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. NDA സർക്കാർ തന്നെയാണ് വീണ്ടും രാജ്യം ഭരിക്കുന്നതെങ്കിൽ കർത്തവ്യപഥിലായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങ് സംഘടിപ്പിക്കുക. അത് ജൂൺ 9 തന്നെ ഉണ്ടാകും. കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കർത്തവ്യപഥ തെരഞ്ഞെടുത്തതെന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. എന്തായാലും വലിയ സ്ഥിരീകരണം. അതിനപ്പുറത്തേക്ക് ആര് ജയിക്കും, ജയിച്ചതിന് ശേഷമായിരിക്കും ആ പ്രഖ്യാപനം ഉണ്ടാവുക.